ഇടതുപക്ഷം വിട്ടുകൊണ്ട് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകളാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് തന്നെ നിരവധി പേര് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ഈ പറയുന്ന തരത്തിലെ CPIM അതോടൊപ്പം തന്നെ DYFI ഒക്കെ വിട്ടുകൊണ്ട് യുവ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ഇടതുപക്ഷത്തിൽ നിന്നും BJP-യിലേക്ക് ചേക്കേറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴ കായംകുളത്ത് CPIM-ൽ കൂട്ടക്കൊഴിഞ്ഞു പോക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് LC അംഗങ്ങൾ ഉൾപ്പെടെ 58 പേർ ഒറ്റയടിക്ക് BJP-യിൽ ചേർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കായംകുളത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തന്നെ. അതായത് CPIM-ൽ നിന്നും കൂട്ടക്കൊഴിഞ്ഞു പോക്ക് LC അംഗങ്ങൾ ഉൾപ്പെടെ 58 പേർ BJP-യിൽ ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോൾ കൂട്ടമായിട്ട് BJP-യിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നിരവധി DYFI പ്രവർത്തകർ ഉൾപ്പെടെ, അതായത് യുവ പ്രവർത്തകർ ഉൾപ്പെടെ BJP-യിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് ഈ പറയുന്ന തരത്തിൽ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ പാലക്കാട് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നും ഒരു വലിയ തോതിലുള്ള ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയണം. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പല രീതിയിലുള്ള മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൊഴിഞ്ഞു പോക്കലിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതും ഒന്നും രണ്ടും പേരൊന്നുമല്ല, കൂട്ടമായിട്ട് തന്നെയുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകൾ തന്നെയാണ് പ്രവർത്തകർ, നേതാക്കൾ അടക്കം ഈ പറയുന്ന തരത്തിൽ CPIM-ൽ നിന്നും അതോടൊപ്പം തന്നെ DYFI-യിൽ നിന്നും ഒക്കെ തന്നെയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും പോകുന്നത് വലതുപക്ഷത്തേക്കല്ല, UDF-ലേക്കല്ല, പകരം പോകുന്നത് BJP-യിലേക്ക് ആണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നേരിടാൻ നിൽക്കുമ്പോഴത്തേക്കും ഏത് തരത്തിൽ അവരത് മറികടക്കും, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചടിയായി മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ചേക്കേറുന്നവരൊക്കെ തന്നെ, അതായത് ഇടതുപക്ഷം വിട്ട് BJP-യിലേക്ക് എത്തുന്നവരൊക്കെ തന്നെ BJP-ക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അല്ലെങ്കിൽ അവർക്കത് ആക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് ആ ഒരു തരത്തിൽ തന്നെ ഒരു നേട്ടമായി മാറി വരുന്ന കണക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് BJP-ക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി മാറുന്നത് ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നും BJP-യിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെയും നിരവധി പേരാണ് ഇപ്പോഴടക്കം BJP-യിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും മാത്രമായിട്ട് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഗുണകരമാകുമോ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.